എന്തായാലും 12 മണിയൊന്നും ഇല്ല, പേടിക്കണ്ട. നമുക്ക് ന്യൂ ഇയർ ഇല്ലല്ലോ. എല്ലാരും ചോദിക്കും എന്തിനാ ഉസ്താദ് ന്യൂ ഇയർ ന്യൂ ഇയർ ഇല്ലല്ലോ. ഇപ്പൊ നമുക്ക് ന്യൂ ഇയർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ അന്നത്തെ ദിവസം ഒരുപാട് പേര് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിക്കുന്നത്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്തായാലും അവസാനം വരെ ഇരിക്കല്ലേ. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാഹ് പൊക്കിക്കോ. അടുത്ത കൊല്ലം ഈ സമയത്ത് എവിടാന്ന് അറിയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ച് ആലോചിച്ച്, ഇന്നത്തെ സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോ അടുത്ത ഡിസംബർ 31 ആകുമ്പോ ഈ രാജ്യത്ത് തന്നെ ഉണ്ടാകുമോ എന്നുള്ളതിന് തെളിവില്ല. അങ്ങനത്തെ അവസ്ഥ ഇപ്പം പൗരത്വം ഇല്ല. ഇപ്പൊ എല്ലാം അല്ലാഹു അഅലം. എല്ലാരും പേടിയില്ല. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴേ എന്റെ സുഹൃത്തും കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു അഡ്വക്കേറ്റിന്റെ ക്ലാസ്. അതിനെ കുറിച്ച് ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ ക്ലാസ് ജനങ്ങളെ പേടി ഒന്ന് മാറ്റാൻ വേണ്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെല്ലാവരും മുസ്ലിമീങ്ങൾ അധികം പേരും വീട് പണിതുകൊണ്ടിരുന്നവരൊക്കെ വീടിന്റെ പണി നിർത്തി പകുതിയിൽ. ഇനിയിപ്പോ പണിതിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, എല്ലാം വല്ലവനും കൊണ്ടുപോകാൻ പോലെ എന്തിനാ പണിയാണ്. അങ്ങനെ ആയി മാറി എന്റെ സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ രചിക്കുക. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് താത്താമാരൊക്കെ സ്വർണ്ണമൊക്കെ ഊരി തന്നിട്ട് പോണം കേട്ടാ. ഇനിയിപ്പൊ പ്രത്യേകിച്ച് കൊണ്ടുവച്ചിട്ട് കാര്യമൊന്നുമില്ല. സ്വർണ്ണമൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ കൊടുത്താൽ ഏതെങ്കിലും രോഗികൾക്ക് ഉപകാരപ്പെടും. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാർ, ഇതുകൊണ്ട് എല്ലാരും കുറച്ചു നേരത്തേക്ക് പേടിയൊക്കെ അങ്ങോട്ട് കളാം. എന്തിനാ പേടിക്കണേ? അള്ളാഹു തീരുമാനിച്ചതുപോലെയൊക്കെ നടക്കും. അള്ളാഹു എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ആ തീരുമാനങ്ങൾ ഏറ്റവും ഇങ്ങനെ ഇന്നലെ എങ്ങണ്ട വാട്സപ്പിൽ എങ്ങാണ്ട് ഖബർ എന്താ പറയാ, നമ്മളെ കൊണ്ട് അടച്ചിടുന്ന ഈ മുസ്ലിമീങ്ങൾ പൗരത്വമില്ലാത്ത ആൾക്കാരെ കൊണ്ട് അടച്ചിടുന്ന ജയിലിനെ കുറിച്ചൊരു വിശദീകരണം കണ്ടു. ഒരടി നീളം കണ്ടുള്ള ജയിലാന്നാ പറയണ. ഈ പൗരത്വം ഇല്ലാത്ത ഒരാളെ കൊണ്ടിടുന്ന സ്ഥലത്ത് ഒരടിയെങ്ങാണ്ട് നീളം കണ്ടുള്ള ചെറിയ റൂമാന്നാ പറയണ കേട്ടാ. ചെറിയ റൂമിന്റെ അകത്ത് ഇങ്ങനെ കൊണ്ടുപോയി നമ്മളെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോയി കൂട്ടം കൂട്ടമായി ഇടുമെന്നൊക്കെയാണ് ഇങ്ങനെ പറയാ. എല്ലാം നമ്മളെ പേടിപ്പിക്കാൻ, എല്ലാവരെയും എങ്ങനെയെങ്കിലും മുസ്ലിം ഉമ്മത്തിനെ ഭയപ്പെടുത്തുക. ഈ ഇതൊന്നും നടപ്പിലാക്കാനുള്ളതല്ല. നമ്മളൊന്ന് വരട്ടുക, നമ്മളൊന്ന് പേടിപ്പിക്കുക. ഇതേ ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളെ കൊണ്ടുപോയി അടച്ചിടുന്ന ജയിലിന്റെ അളവ് വരെ, റൂമിന്റെ അളവ് വരെ ഇവര് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ പൊട്ടന്മാർക്ക് ഇത്രയും നാളായിട്ട് തിരിയാത്തൊരു കാര്യമുണ്ട്. നമ്മളോട് ഇങ്ങനൊന്നും പറഞ്ഞാൽ നമ്മൾ പേടിക്കൂല എന്ന് ഇവർക്കറിയില്ല. യഥാർത്ഥ ഒരു മുസ്ലിം ഒരിക്കലും ഇതൊന്നും പറഞ്ഞിട്ട് ഒരു പേടിയില്ല. കാരണം എന്തേ? എനിക്കൊരു ബൈത്ത ഓർമ്മ വരിക. ഇവർ ഈ ജയിലറയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോ എനിക്ക് തഴവ ഉസ്താദിന്റെ ഒരു ബൈത്ത ഓർമ്മ വരിക. ഏത് ബൈത്ത്? ഖബറിന്റെ ആഴമോ സോദരാ നീ നോക്ക്, അതിൽ മെല്ലെ നിന്നെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിതകാലമിൽ ഒരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. തഴവ ഉസ്താദിന്റെ മനോഹരമായ ഒരു ബൈത്തുണ്ട്. ഇതാ പൊട്ടാ, നീ കവറ് കണ്ടിട്ടുണ്ടാ? സ്വന്തം ജന്മം കൊടുത്ത വാപ്പാനെ കൊണ്ടുപോയിട്ട് പള്ളിപ്പറമ്പിലെ ഒരു കുഴിക്കകത്തി ഇറക്കി വെച്ച നമ്മളോടാ ഈ ബിരുദന്മാർ ഇതൊക്കെ പറയാ. ജയിലിന്റെ നീളം ഇത്ര, വീതി ഇത്രയാണ്. സ്വന്തം ഉമ്മാടെയും വാപ്പാടെയും മയ്യത്ത് കൊണ്ടുപോയി കബറിൽ ഇറക്കി വെച്ചിട്ട് മിടിമണ്ണ് വാരിയിട്ട് പലകയെടുത്ത് വെച്ച് പുറയിൽ മുകളിൽ കുറച്ച് മണ്ണ് വാരിയിട്ട് 2 ചെടിയും നട്ട് വെള്ളം ഒഴിച്ചിട്ട് എന്താ പറയണേ? എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിപ്പറമ്പിൽ പോകുമ്പോ നമ്മളെല്ലാവരും ഖബർ സിയാറത്ത് ചെയ്യാൻ പള്ളിപ്പറമ്പിൽ പോയിട്ട് എന്താ പറയണേ? നമ്മൾക്ക് അതിന്റെ അർത്ഥം അറിയാത്തണ്ട. എടാ, നമ്മളൊക്കെ പള്ളിപ്പറമ്പിൽ എത്രയോ പേരുടെ മയ്യത്ത് കബറടക്കാൻ പോകുന്നു. പള്ളിപ്പറമ്പ് കാണുമ്പോ പറയേണ്ട ഒരു ദുആ ഉണ്ടല്ലോ, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിക്കും. ഇതിന്റെ അർത്ഥമെങ്കിലും ഈ പൊട്ടന്മാർക്ക് പഠിക്കായിരുന്നു. വെറുതെ കയറി ഇങ്ങനെ ഭയങ്കര ബുദ്ധിയുള്ളവന്മാരാണെന്ന് പറഞ്ഞ് വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഈ ഒറ്റ അർത്ഥം വായിച്ചാൽ മതിയായിരുന്നു. എന്താ പറയണ? അസ്സലാമു അലൈക്കും പാപ്പാ, അസ്സലാമു അലൈക്കും എന്താ പറയണത്? ഞാനും വരുന്നുണ്ട് ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് പള്ളിപ്പറമ്പിലോട്ട്. പള്ളിപ്പറമ്പിൽ പോയി കബറിൽ കിടക്കുന്ന മനുഷ്യനോട് സലാം പറഞ്ഞിട്ട് പറയുന്നത് എന്താ? ഇൻഷാ അല്ലാഹ് ഞാൻ ഇങ്ങോട്ട് തന്നെയാ വരുന്നതെന്ന്. അപ്പൊ അങ്ങോട്ട് പോകാൻ കാത്തിരിക്കണം നമ്മളോടാ ഇതൊക്കെ പറഞ്ഞു ഭയപ്പെടുത്തുന്നത്. വെറുതെ ആ ചങ്ങായിമാരെ പറഞ്ഞുകൊണ്ട് നടക്കണ ഇങ്ങനെ ഉള്ളൂ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
നമ്മുടെ കൂടെ അല്ല ഉണ്ടല്ലോ. ഇവനെയൊക്കെ പടച്ചത് അല്ലയല്ലേ? ഇവനെ പടച്ചതും അല്ല തന്നെയല്ലേ? പിന്നെ നമ്മുടെ ന്യൂനപക്ഷം, അതൊക്കെ ആരാ പറഞ്ഞ ന്യൂനപക്ഷം എന്നൊക്കെ? 2 ദിവസം മുമ്പ് കൊല്ലം ജില്ലയിൽ ആശ്രമ മൈതാനത്തിൽ 40 ഏക്കറിന്റെ അകത്ത് സ്ഥലം തികയാതെ ആൾക്കാർ പുറത്തു നിന്നേ. ഈ മുസ്ലിം ഉമ്മത്തിന്റെ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. കൊല്ലം ജില്ലയിൽ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീന്റെ 60ാമത് വാർഷികം 40 ഏക്കർ വസ്തു അത് വാങ്ങി പടച്ചവൻ ഇങ്ങനെ വാടകയ്ക്ക്. എന്തിനാ ഇത്ര സ്ഥലമെന്നാ ചോദിച്ചേ? എന്റെ പ്രിയപ്പെട്ട അവസാനം ആ സ്ഥലം മുഴുവനും നിറഞ്ഞിട്ട് പുറത്തേക്ക് അല്ലാഹുവേ സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുടെ മാത്രം ഒരു പരിപാടി വെച്ചപ്പോ ഇത്രയും 4 ലക്ഷത്തിൽ പുറം ആൾക്കാരുണ്ടായിരുന്നു. ഇനിയിപ്പോ നാളെ എങ്ങാണ്ട് എറണാകുളത്ത് അടുത്ത പരിപാടി 5 ലക്ഷം പേര്. ഇതെല്ലാം കൂടെ ഇറങ്ങിക്കഴിഞ്ഞ ഇമാരൊക്കെ എന്ത് ചെയ്യുന്ന ആലോചിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ല നമ്മുടെ കൂടെയുണ്ട്. ന്യൂനപക്ഷമേ ഇന്ന് വരെ വിജയിച്ചിട്ടുള്ളൂ, ഭൂരിപക്ഷമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്. 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ പോകുമ്പോ ആയുധവോ ബലവോ ആധാറോ പാൻ കാർഡോ ഒന്നും ഇല്ലായിരുന്നു. 313 പേരങ്ങോട്ട് ഇറങ്ങിപ്പോയി. 1000-ൽ പരം വരുന്ന ശത്രുക്കൾ പടച്ചവനെ നല്ല ആയുധമൊക്കെ പിടിച്ചിട്ട് എവിടെ പോയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ല നമ്മുടെ കൂടെയുണ്ട്. ആ ഒരൊറ്റ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മുടെ ഈമാൻ ഉറപ്പിക്കാൻ നോക്കുക. കിട്ടുന്ന അവസരം പാഴാക്കരുത്. 10-30 എണ്ണം പോയി രക്ഷപ്പെട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, 10-32ഓളം പേര് ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോയി. നമ്മളൊക്കെ ഇങ്ങനെ നടക്കാം. അതുകൊണ്ട് അതൊക്കെ കളഞ്ഞിട്ട് അവനവന്റെ ആക്കിബത്ത് നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിപ്പോ ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞത് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 1951 പ്രമാണത്തിന്റെ പേപ്പറും പറക്കി ദാതാമാര് നടക്കാൻ തുടങ്ങി. എന്താ പറയാപ്പാ, സങ്കടതപ്പാ. ഇപ്പോഴേ ഇറങ്ങാ, പഞ്ചായത്തിലും വില്ലേജിലൊക്കെ നടക്കാ. എന്തിന്? 51 എത്രയൊക്കെ പെരഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് ഇതൊക്കെ ഉള്ളവരാ പേടിക്കേണ്ടത്, ഇല്ലാത്തവരൊരു പേടിക്കാൻ വേണ്ട. മുകളിൽ ആകാശം, താഴെ ഭൂമി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നുമില്ല. മുകളിൽ ആകാശം, താഴെ ഭൂമി. എങ്ങിട്ട് പോയാലും ഒറ്റ ആഗ്രഹമുള്ളൂ, ഈ ലോകത്ത് നിന്ന് പോകുമ്പോ ഈമാനോടുകൂടി പോകണം. അങ്ങനെ ഒരു യാത്ര ആരെങ്കിലും തരുമെങ്കിൽ പോയി മേടിക്കാനാ ഞാനിരിക്കുന്നത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ നിന്ന് 2019 വിട പറഞ്ഞ്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ന്യൂ ഇയർ ഒന്നുമല്ല എങ്കിലും ഇംഗ്ലീഷ് മാസം അനുസരിച്ച് നമ്മൾ നിന്ന് 2019 വിട പറഞ്ഞ് 2020 കാലെടുത്ത് വെക്കുമ്പോ, ആ ഒരു പുതിയ വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോ അൽഹംദുലില്ലാഹ് ഒരു നന്മ ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പുതിയ വർഷത്തിലേക്ക് കടക്കാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. കുറെ നേരം ആയില്ലേ താത്താൻ വരാൻ? എന്തപ്പാ, ഉംറയ്ക്ക് പോകുമ്പോ കാണുന്ന തലേതുണിയാണല്ലോ വേണങ്ങൾ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലമ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമ്മളെ എല്ലാവരെയും മരിക്കുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും അവസാനം വരെ ഇരിക്കല്ലേ. ഇന്ന് ഈ സമയം വരെ നിക്കെല്ലാരും നിന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമയം വരെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും പൊറുക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കുക. ഇന്ന് ഈ നിമിഷം വരെ 2019 നമ്മൾ നിന്ന് വിട പറയുമ്പോൾ ഇത്രയും വർഷക്കാലം നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും പൊറുക്കണോ വേണ്ടേ? ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കുക. ആ പൊക്കി താത്ത നല്ല വളയും മോതിരൊക്കെ ഉണ്ട് കേട്ടാ. എല്ലാം ഇന്ന് ഊരിക്കോണം.
ഇന്നിവിടെ ഊരി കൊടുത്തിട്ട് എല്ലാവരും പൊക്കോണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നല്ല യാത്ര നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പാവം പൊറുക്കണോ? സ്വർണം ചോദിച്ചപ്പോ അപ്പോഴേ കൈതാഴ്ത്തി. എന്താ ഇങ്ങനെ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ കൈതാഴ്ത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഒരൊറ്റ ആയത്ത് പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ഓതേണ്ടവരൊക്കെ ഓതിക്കോണം. നല്ല ഇഖ്ലാസോടുകൂടി, നല്ല ഒരു മനസ്സോടുകൂടി ഇന്ന് ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഖുർആനിലെ ഒരൊറ്റ ആയത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. ഓതേണ്ട രീതിയിൽ ഓതിയാ 30 കൊല്ലം 40 കൊല്ലം 50 കൊല്ലം ചെയ്തത് മുഴുവനും കഴുകിക്കളഞ്ഞിട്ട് ഒരു ഉമ്മ പെറ്റ മകനെ പോലെ ഇന്നിവിടെ ഇറങ്ങിപ്പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ ഓതിക്കൂടെ ഇൻഷാ അല്ലാഹ് പറ. റോഡിൽ കൂടെ മറ്റേ പൗരത്വ ബില്ലിനെതിരെ വിളിക്കണേക്കാളും നല്ല ശബ്ദത്തിൽ പറ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ അവിടെ 11:30 വരെ എല്ലാരും ആ പുറത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ പറ്റുമെങ്കിൽ കയറി സ്വർഗത്തിലിരുന്നു. അടുത്ത കൊല്ലം ഇനി സമയം കിട്ടണമെന്നില്ലല്ലോ, എവിടാന്നറിയില്ല. അതുകൊണ്ട് ആ പച്ച ഉടുപ്പൊക്കെ ഇട്ട വിക്കായുടെ പിള്ളേരില്ല ഇവിടുത്തെ ഇരിക്കട മക്കളെ എല്ലാരും എല്ലാരും ഇരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരികയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടും. അള്ളാഹുവിന്റെ കോടതിയിലെ ജനങ്ങൾ മുഴുവനും ആദം നബി അലൈഹിസ്സലാം മുതലുള്ള ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങൾ, അവരുടെ അനുയായികൾ എല്ലാവരും നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതുമ്പോൾ, ആ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതുമ്പോൾ, ആദ്യമായിട്ട് ഊതുമ്പോഴാണ് ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നത്. നിങ്ങൾ രണ്ടുപേരും എന്തിനാ മക്കളെ നിൽക്കണേ? ഇരിക്കട, നീ ഇരിക്കണോ? നിങ്ങൾ അവിടെ ഇരുന്നോ? അൽഹംദുലില്ലാഹ്. ബക്കറ്റ് പിരിവില്ലേ? അജിന് പോയ ആളല്ലേ? പോയിട്ടുണ്ട്. ബക്കറ്റ് പിരിവില്ലേ? അവസാനം ആദ്യ ഇപ്പൊ ആദ്യം അവസാന ഇടയിൽ വേണ്ടെന്ന് വിചാരിച്ചിട്ടാ. അവസാനം അല്ലേ നല്ലത്? എനിക്ക് അവസാനം എടുക്കുന്നതിനോട് ആഗ്രഹം, സംഘാടകർക്ക് ആദ്യം എടുക്കുന്നതല്ല. കാരണം ആദ്യം നന്നാകലല്ല, അവസാനം നന്നാകുമ്പോഴാ സ്വർഗം. അപ്പോ ഒരു നല്ല കാര്യം ചെയ്യാൻ ഇൻഷാ അല്ലാഹ് അവസാനം എടുത്താൽ മതി. അവിടെ ഇരിക്കട്ടെ സംഘാടകർ. നിങ്ങൾക്ക് ഡേറ്റ് വയ്ക്കാൻ വേണ്ടി തെക്ക് വടക്ക് നടന്ന മനുഷ്യർ കയറി അവിടെ ഇരിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും തകർന്ന് തരിപ്പണമായി എല്ലാവരും നശിച്ചുപോയി. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടെ ഊതാൻ പറയും. ആ മലക്കിന് അല്ലാഹു റൂഹ് കൊടുത്തിട്ട് രണ്ടാമത് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്കിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഊതാൻ പറയുകയാണ്. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതുമ്പോൾ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നവർ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. അല്ലാഹുവേ പടച്ചവനെ, ഈ ഭൂമിയുടെ മടിത്തട്ടിൽ കിടക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് വരികയാണ്. സർവ്വചരാചരങ്ങളും എഴുന്നേറ്റ് വരികയാണ്. പടച്ചവനെ, ചെട്ടിപ്പതായി നാട്ടിലെ പള്ളിയുടെ ഖബർസ്ഥാൻ ഉണ്ടല്ലോ, ആ ഖബർസ്ഥാനിൽ നിന്ന് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാ. കൊണ്ടുപോയി ഖബറടക്കിയത് എങ്ങനെയാണ്? നല്ലതുപോലെ കുളിപ്പിച്ചു, പടച്ചവനെ അതാ ഉളുവെടുപ്പിച്ചു, സുഗന്ധങ്ങൾ തേച്ചു, വെള്ള തുണിയിൽ പൊതിഞ്ഞു. എന്നിട്ട് എല്ലാവരും കൂടെ പടച്ചവനെ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ എന്നെയും നിങ്ങളെയും കൊണ്ടുപോയി ഖബറടക്കുകയാണ്. മനോഹരമായ രീതിയിൽ മനുഷ്യന്റെ കോലത്തിലാണ് ഖബറിന്റെ അകത്ത് കൊണ്ടുപോയി അടക്കിയത്. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് രണ്ടാമത് മോതുമ്പോൾ ഖബറിന്റെ അകത്ത് നിന്ന് ജനങ്ങൾ എഴുന്നേറ്റ് വരികയാ. മനുഷ്യന്റെ രൂപത്തിലല്ല, പല പല വ്യത്യസ്തമായ രൂപങ്ങളിലാണ് എഴുന്നേറ്റ് വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, 41 വിഭാഗത്തിലാണ് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്നത്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയെ പോലെ നാക്കിങ്ങനെ നീട്ടി
നീട്ടിക്കൊണ്ടുവരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, പടച്ചവനെ ഉഹദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, പിന്താരങ്ങളിൽ വലിയ വലിയ കൊടികൾ കുത്തികൊച്ചു കൊണ്ടുവരുന്നവർ, ഇതുപോലെ പല വിഭാഗങ്ങളിലാണ് ജനങ്ങളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരാ, ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ ചേലാകർമ്മം ചെയ്തിട്ടില്ല, പടച്ചവനെ ഒരാൾക്കും ഉടുതുണിയില്ല, നഗ്നരായിട്ട് പേടിച്ച് വിറച്ചുകൊണ്ട് പടച്ചവനെ ആരാണെന്നെ വിളിച്ചുണർത്തിയത് എന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്, നഗ്നരായി നടന്നു പോവുകയാണ്. അല്ലാഹു അനുവാദം കൊടുത്തവനല്ലാതെ ഒരുത്തരം തല ഉയർത്തില്ല. ഒരാളും നാളെ പടച്ചറപ്പിന്റെ പരലോകത്തില് അല്ലാഹു അനുവാദം കൊടുത്തവരല്ലാതെ സംസാരിക്കില്ല. ഒരു മനുഷ്യനും തല ഉയർത്തില്ല. പടച്ചവനെ പേടിച്ച് വിറച്ചുകൊണ്ട് ഇങ്ങനെ അതാ ആട്ടും കൂട്ടങ്ങളെ നയിച്ചു കൊണ്ടുവരുന്നത് പോലെ അതാ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നവരെ മലക്കുകൾ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോവുകയാണ്. റബ്ബേ, ചെമ്പിന്റെ തറയിലാണ് ചെറുപ്പക്കാരാ, എല്ലാവരും ചെമ്പിന്റെ തറയിലാണ്. പടച്ചവനെ ചെരുപ്പില്ല, വസ്ത്രമില്ല, ചെരുപ്പിന്റെ തറയിലാ, ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. പടച്ചവനെ 15 ലക്ഷത്തോളം വരുന്ന കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, ആ ഉച്ച സമയത്ത്, ഇന്ന് ഉച്ച സമയത്ത് ഉദിച്ചു നിന്ന സൂര്യന്റെ ചൂടുണ്ടല്ലോ, ഈ പാതിരാത്രി 10 മണിക്ക് ഇവിടെ ഇരുന്നിട്ട് പോലും നിന്റെ ശരീരം വിയർക്കുകയാ. നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. എങ്കിലും നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ ഈ സൂര്യൻ ഒരു ചാണ് മുകളിൽ ഇങ്ങനെ തലയുടെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. ഒരേ ഒരു ചാണ് മുകളിലോ അല്ലാഹുവിന്റെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. റബ്ബേ, അതാ നമ്മുടെ ശരീരം, നമ്മുടെ തലച്ചോറുണ്ടല്ലോ, അതിങ്ങനെ ഉരുകുകയാണ്. നമ്മുടെ തലയുണ്ടല്ലോ, തലച്ചോറുണ്ടല്ലോ, ചിലരുടെ തലച്ചോറുകൾ അവരുടെ മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാ. അല്ലാഹുവേ, വിയർപ്പിങ്ങനെ ഒഴുകി ഒഴുകിയതാ ഭൂമിയിലേക്ക് താഴുന്നില്ല. ചെമ്പിന്റെ തറയായത് കാരണം പടച്ചവനെ വെള്ളം ഇങ്ങനെ അവന്റെ മുകളിലേക്ക്, അവന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വെള്ളം അവന്റെ കാലിന്റെ ചുവട്ടിൽ കെട്ടിക്കിടക്കുകയാണ്. അല്ലാഹുവേ, മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്ത് വരെ ജനങ്ങൾ ഇങ്ങനെ വിയർപ്പിന്റെ അകത്ത് മുങ്ങി താഴുകയാണ്. എല്ലാവരും ഇങ്ങനെ പടച്ചുറപ്പിന്റെ കോടതിയില് ഭയന്ന് വിറച്ചുകൊണ്ട് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അതാ ഒരു സിംഹാസനം മലക്കുകൾ കൊണ്ടുവരികയാണ്. ഒരു മനോഹരമായ സിംഹാസനമുണ്ടല്ലോ. അല്ലാഹുവേ, എല്ലാവരും കണ്ണുകള് എല്ലാവരും ആ കാണുന്ന സിംഹാസനം കാണുമ്പോ ജനങ്ങളുടെ മുഖമങ്ങ് വല്ലാതെ അത്ഭുതപ്പെടുകയാണ്. മനോഹരമായ ഒരു സിംഹാസനമുണ്ടല്ലോ, അതാ കൊണ്ടുവന്ന് വെക്കുകയാണ്. പടച്ചവരെ, എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, ആ സിംഹാസനം ആർക്കുള്ളതാണോ? പ്രവാചകന്മാർക്കുള്ളതാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ. അതാ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, ഈ കാണുന്ന സിംഹാസനം പ്രവാചകന്മാർക്കുള്ളതാണോ? എല്ലാവരും അത്ഭുതപ്പെട്ടു പോവുകയാണ്. എല്ലാവരും ആ സിംഹാസനം ആരുടേതാണെന്നറിയാറ് അവിടെ നിന്ന് ചോദിക്കുമ്പോ വിളിച്ചു പറയുന്നു, ഇത് പ്രവാചകന്മാർക്കുള്ളതല്ല. ഈ സിംഹാസനത്തിന്റെ അവകാശി പ്രവാചകന്മാരല്ല, സുഹദാക്കളാണോ നബിയേ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ബദറിലും ഉഹദിലും ഹൻദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ചവനെ അല്ലാഹു കൊടുത്ത ജീവിതം അല്ലാഹു തിരിച്ചു കൊടുത്ത സുഹദാക്കളുണ്ടല്ലോ, അവർക്കുള്ളതാണോ നബിയേ? ഇല്ല സ്വഹാബാ. പിന്നെ യാ
ആർക്കുള്ളതാ നബിയേ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അള്ളാന്റെ കോടതിയില് കൊണ്ടുവച്ചിരിക്കുന്ന സിംഹാസനത്തിന്റെ ഉടമ ആരെന്നറിയുവോ? അത് കാണുമ്പോ എല്ലാവരും കൊതിച്ചു പോവുകയാണ്. എനിക്ക് അല്ലാഹു അത് നൽകിയിരുന്നെങ്കിലോ, അതിന്റെ അവകാശി ഞാനായിരുന്നെങ്കിലോ. എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്ന മനോഹരമായ ഒരു സിംഹാസനമുണ്ടല്ലോ, അതാർക്കെന്നറിയുമോ? അതിന്റെ അവകാശിയാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, ഡിസംബർ 31 അവസാന ദിവസത്തില് അതാ ഒരു വർഷക്കാലം നമ്മൾ നിന്ന് വിട പറയാ പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ ദുനിയാവിലെ സ്വർഗത്തിന് നന്മ കേൾക്കാമെന്നവരെ മുത്തുനബിയോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതാർക്കുള്ളതാ നബിയേ? അതാർക്കുള്ളതാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബാ അൽ മുതഹാബൂന ഫില്ലാഹ്. ആ സിംഹാസനം ആർക്കുള്ളതാണെന്നറിയുമോ? അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്കുള്ള പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ ഒരു സിംഹാസനം പരലോകത്ത് കൊണ്ടുവരും. അല്ലാഹുവേ, പടച്ചവനെ കാണുമ്പോ കൊതി തോന്നും. എല്ലാവരും ഇങ്ങനെ ഒരു സിംഹാസനം, മനോഹരമായ ഒരു സിംഹാസനം. നബിയെ, പ്രവാചകന്മാർക്കുള്ളതാണോ? അല്ല. ശുഹദാക്കൾക്കുള്ളതാണോ? അല്ല. പിന്നെ ആർക്കുള്ളതാ നബിയെ? എല്ലാവരും അതിനകത്തേക്ക് പോയിരിക്കാൻ ആഗ്രഹിക്കും. ആ സിംഹാസനത്തിൽ അള്ളാഹു അതിന്റെ അവകാശികളായി തെരഞ്ഞെടുക്കുന്നത് ആരെയെന്നറിയുമോ? അള്ളാഹിക്ക് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർ അള്ളാഹു അവർക്ക് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്ക നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്കുള്ളതാണ് ആ സിംഹാസനം. അള്ളാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഡിസംബർ 31 നമ്മളിൽ നിന്ന് വിട പറയുമ്പോ അള്ളാഹുവിന്റെ പരലോകത്ത് പടച്ച റബ്ബ് കൊണ്ടിടുന്ന ആ സിംഹാസനത്തിലിരിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്റെ കൂട്ടുകാരോട്, എന്റെ സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനൊരു കൂട്ടുകാരനെ പോലെ നിങ്ങളോട് വഅദ് പറയുകയാണ്. ഞാനൊരു കൂട്ടുകാരനാകണം. ഇന്നത്തെ ഈ രാത്രിയിൽ എന്റെ വഅദ് കേട്ടിട്ട് ഒരാളെങ്കിലും നേരെയായ, എന്റെ കയ്യിലൊന്നുമില്ല, അവൻ എന്റെ കയ്യിൽ ചെയ്തു വെച്ചിരിക്കുന്ന അമലുകൾ കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂല, പക്ഷെ ഈ പറയുന്നത് കേട്ടിട്ട് ഒരാളെങ്കിലും നന്നായ അവന്റെ കയ്യിലെങ്കിലും പിടിച്ചു പോകാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് മുത്തുനബി പറയുകയാ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്ക്, അള്ളാഹിന് വേണ്ടി സ്നേഹിക്ക്, അവർക്ക് നാളെ ഈ സിംഹാസനത്തിൽ ഇരിക്കാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ കൂട്ടുകാരോട് ഒരു നല്ല കൂട്ടുകാരനെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നേ. നിങ്ങൾക്കൊക്കെ പഠിക്കാൻ, നിങ്ങൾക്കൊക്കെ പാഠമാക്കാൻ ഒരു നല്ല കൂട്ടുകാരനെ ഞാൻ പറഞ്ഞു തരാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു നല്ലൊരു കൂട്ടുകാരനെ പറഞ്ഞു തന്നിട്ട് ഞാൻ പോകാം. ഒരു നല്ല കൂട്ടുകാരൻ, ആ കൂട്ടുകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എനിക്കും നിങ്ങൾക്കും കൂടെ കൂട്ടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുന്നു. ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരണം. മരണത്തെക്കുറിച്ച് അവിടുന്ന് പരിശുദ്ധമായ ഖുർആന് പരിചയപ്പെടുത്തുമ്പോ മരണത്തെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ അള്ളാഹു അവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ബോധുകയാണ്. അതാ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഖുർആനിന്റെ അകത്ത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറയുന്ന, അല്ലാഹുവേ, മരണത്തിന് ശേഷമുള്ള യഥാർത്ഥമായ ജീവിതത്തെ കുറിച്ച് പറയുന്ന അതാ പല ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോ ഒരു ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ ആണിനും പെണ്ണിനും കൂട്ടുകൂടാതെ നിങ്ങൾ ഈ കൂട്ടുകാരനെ പോലെയാകെ നിങ്ങൾ ഇന്നത്തെ രാത്രി മുതൽ പടച്ചവനെ 2020 തുടങ്ങുമ്പോ നിങ്ങൾ ആരെ പോലെയാകണമെന്ന്
ആരാകണമെന്നറിയുമോ? റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലെയാകണം. ആരാ റബീഅത്ത് ബിൻ ഹുസൈം എന്നറിയുമോ? അല്ലാഹുവേ, അതാ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് അവിടുന്ന് ഖുർആൻ ഇങ്ങനെ ബോധിക്കൊണ്ടിരിക്കുമ്പോൾ കബറും കബറും ആ കബറിന്റെ അകത്തുള്ള അദാബുകളും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ആ പരലോകത്തിന്റെ അവസ്ഥകളും അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഇങ്ങനെ കേട്ടപ്പോ ഈ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. എന്നിട്ട് മണ്ണ് കുഴിക്കുന്ന ആയുധമെടുത്തു കൊണ്ടുവന്ന് വീടിന്റെ മുന്നിൽ ഒരു കബറങ്ങ് കുഴിക്കുകയാണ്. തന്റെ വീടിന്റെ വാതിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ അല്ലാഹുവേ കാണുന്നതിന് വേണ്ടി തന്റെ വീടിന്റെ മുന്നിൽ ഒരു കബർ ഇങ്ങനെ കുത്തിയിടുകയാണ്. അവസാന കബറിന്റെ പണിയെല്ലാം പൂർത്തിയായി. അത് കഴിഞ്ഞ എല്ലാ ദിവസവും രാവിലെ ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ചെറുപ്പക്കാരെ കബറിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. കബറിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് മയ്യത്തുകളെ കിടത്തുന്നത് പോലെ കബറിന്റെ അകത്ത് ഇറങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് ആ കബറിന്റെ അകത്ത് കിടന്ന് കരയുകയാ. ഒരുപാട് സമയം കബറിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ ആവശ്യത്തിലേക്ക് പോയി. അവസാനം എല്ലാ ജോലികളും തിരക്കുകളും കഴിഞ്ഞ് അവസാന പാതിരാത്രി തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അപ്പോഴും വീടിന്റെ കവാടത്തിൽ കുടിച്ചിട്ടിരിക്കുന്ന ആ കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്ത് പിന്നെയും ഇറങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് കിടന്ന് കരയുകയാ. അല്ലാഹുവേ, എന്താണ് അവിടെ കിടന്ന് പറയുന്നതെന്നറിയുമോ? കബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവര് കബറിന്റെ അകത്ത് കിടന്ന് യാചിക്കുമെന്നാണ്. അല്ലാഹുവേ, ഒരവസരം തന്നാൽ, പടച്ചവനെ ഒരു ചാൻസ് കൂടെ തന്നാൽ, ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാ എന്ന് കബറിന്റെ അകത്ത് കിടന്ന് അതാ കബറാളികളെ യാചിക്കുന്നത് പോലെ ഈ ചെറുപ്പക്കാരൻ വീടിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്ത് ഇറങ്ങിക്കിടന്നിട്ട് മയ്യത്ത് വിളിച്ചു പറയുന്നത് പോലെ പറയുന്നു, അല്ലാ പടച്ചവനെ, എനിക്കൊരവസരം തന്നിരുന്നെങ്കിലോ, പടച്ചവനെ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തമ്പുരാനോ, ഞാൻ നിസ്കരിക്കാൻ തമ്പുരാനോ, ഞാൻ ഖുർആൻ ഓതാ തമ്പുരാനോ, ഞാൻ ദിക്റുകൾ പറയാ തമ്പുരാനോ, ഞാൻ അല്ലാഹുവേ സദഖകൾ കൊടുക്കാ തമ്പുരാനോ, എനിക്കൊരവസരം തരണേ എന്ന് ഈ ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുന്നിൽ കബർ കുഴിച്ചിട്ടിട്ട് രാവിലെയും വൈകിട്ടും ആ കബറിന്റെ അകത്ത് ഇറങ്ങിക്കിടന്ന് കരയുകയാ. റബീഅത്ത് ബിൻ ഹൈസം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ മരണത്തിനെ കുറിച്ച്, കബറിന്റെ ജീവിതത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഒരു ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് നേരെ വീടിന്റെ മുന്നിൽ വന്നൊരു കബർ കുടിച്ചു. എന്നിട്ട് രാവിലെയും വൈകിട്ട് ഈ കബറിന്റെ അകത്ത് അങ്ങോട്ട് കിടക്കും. രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഖബറിന്റെ അകത്ത് ഇറങ്ങിക്കിടന്നിട്ട് ഒരൊറ്റ കരച്ചല, അല്ലാഹുവേ ഒരവസരം താ പടച്ചവനെ, ഒരു ചാൻസ് കൂടെ താതമ്പുരാനെ, അല്ലാഹുവേ എനിക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഖബറിന്റെ അകത്ത് കിടന്നിട്ട് ഖബറാളികൾ ചോദിക്കുന്ന കാര്യമാണ്. ഈ ചെറുപ്പക്കാരിത് ഖബറിന്റെ അകത്ത് കിടന്ന് പറയും. എന്നിട്ട് വെളിയിലേക്ക് പോകും. അല്ലാഹു അപ്പൊ ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു ഈമാൻ ഉണ്ടാകും. ഇബാദത്തുകളൊക്കെ ചെയ്ത് അവസാനം വൈകുന്നേരം വീട്ടിലേക്ക് കിടക്കാൻ വരുമ്പോ അപ്പോഴും ഖബറിന്റെ അകത്ത് ഇറങ്ങി കിടക്കും. അപ്പോഴും കരയും, അല്ലാഹുവേ ഒരവസരം താ, പാതിരാത്രി ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചെറുപ്പക്കാരൻ ഒരു സാധാരണ ചെറുപ്പക്കാരനല്ല, താബിഈങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് ഈ ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരനെ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 10 വർഷക്കാലം മുത്തുനബിയുടെ കൂടെ താങ്ങും തണലുമായി പ്രവാചകന്റെ എല്ലാ കാര്യങ്ങൾക്കും ഖാദിമായി നടന്നിരുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഈ ചെറുപ്പക്കാരനെ കണ്ടു. ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരനോട് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിന്നെ എങ്ങാണം മുത്തുനബി കണ്ടിരുന്നെങ്കിൽ,
അനസ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് പറഞ്ഞത്, നിന്നെ എങ്ങാണം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിന്നെ മുത്തി നബി സ്നേഹിക്കുമായിരുന്നു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.